അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് മാങ്ങാട്ടൂർ മക്ബറയാണ്. തിരുവേഗപ്പുറ കുഞ്ഞു മുഹമ്മദ് വലിയുള്ള എന്ന മഹാൻ്റെ മക്ബറയാണിത്. ഇദ്ദേഹത്തെ ജീവിതകാലത്ത് ഞാൻ ഒരുപാട് നേരിൽ കാണുകയും പല അനുഭവങ്ങളും എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ തന്നെ പലരും അവിടെ വരികയും അവർക്കൊക്കെ പല കാര്യസിദ്ധികളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് വലിയുള്ളാൻ്റെ അടുക്കൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എനിക്കൊരു വലിയ പ്രശ്നവുമായിട്ടാണ്. എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നത്. അദ്ദേഹം വളരെ എന്താ പറയുക, ലളിതമായി അദ്ദേഹം പറഞ്ഞു, അത് അള്ളാഹു ശിഫയാക്കുമെന്ന്, അതുകൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്ന്. മാത്രമല്ല, ഞാൻ വരുമ്പോൾ ഉദ്ദേശിച്ച കാര്യം, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നപ്പോൾ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അരികെ വന്നിരുന്നിട്ട് ഞാൻ എൻ്റെ പ്രശ്നം, അസുഖം ഇന്നതാണ്, അതെനിക്ക് ശിഫയാകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് പറയാൻ എനിക്ക് സാധ്യമായില്ല. പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിച്ചു, ആ 50 രൂപ കാട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത ഒരു വീട്ടിൽ നിന്ന് 100 രൂപ കടം വാങ്ങിയാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ടല്ല, അദ്ദേഹം ഇരിക്കുന്ന വീട്ടിലേക്ക് വന്നത്. കുഞ്ഞു മുഹമ്മദ് വലിയുള്ളാൻ്റെ കാര്യമാണ് പറയുന്നത്, മാങ്ങാട്ടൂർ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 50 രൂപ അദ്ദേഹത്തിനക്ക് സദഖയായി കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ 100 രൂപ നോട്ട് ഞാൻ കടം വാങ്ങിയതല്ലേ, അത് ഞാൻ 50 ആക്കിയിരുന്നു. അതുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിരുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഉറക്കിൽ നിന്ന് ഉണരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം ഉറക്കിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് എന്നെ നോക്കി എന്നോട് പറഞ്ഞു, 50 രൂപ കാട്ട് എന്ന് പറഞ്ഞു. ആ 50 രൂപ ഞാൻ കൊടുത്തു. അപ്പോഴും പറഞ്ഞു, അള്ളാഹു ശിഫയാക്കും, അതുകൊണ്ടൊന്നും പേടിക്കണ്ട. പിന്നെയും ഒന്നും കൂടി തിരിഞ്ഞു കിടന്നു. എന്നിട്ട് രണ്ടാമതും 50 രൂപ ചോദിച്ചു, അതും കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കരുതി വെച്ചത് അദ്ദേഹം അറിഞ്ഞു, മനസ്സിലാക്കി. പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് തന്നെയായിരുന്നല്ലോ ഞാൻ പുറപ്പെട്ടിരുന്നത്. ഏതായാലും 250 എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങി. പിന്നെ 3-ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം എന്നോട് കാശ് ചോദിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉസ്താദ് എന്നോട് കാശ് ചോദിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം കാശ് ചോദിച്ചില്ല. കാരണം എന്താണെന്നറിയോ? കുഞ്ഞു മുഹമ്മദ് വലിയുള്ള 3-ാമത്തെ പ്രാവശ്യം എന്നോട് കാശ് ചോദിച്ചില്ല. എന്നോട് പറഞ്ഞെന്താ, നിങ്ങൾ പോയിക്കോ, അത് അള്ളാഹു ശിഫയാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ 250 എൻ്റെ പോക്കറ്റിലുള്ളത് എന്ന് ഞാൻ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കി. ഇവിടെ എത്തിയിട്ട് ആ 250 മാത്രമേ ചോദിച്ചുള്ളൂ. പിന്നെ എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചില്ല. അതില്ലാതെ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് അദ്ദേഹം ബർസഖിലാണ്, ഖബറിലാണ്, അദ്ദേഹത്തിൻ്റെ മക്ബറയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ ഒരുപാട് പലരും എഴുതി ഇറക്കിയിട്ടൊക്കെ ഉണ്ട്, മൗലിദൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ ഈ വിഷയം ആർക്കും അറിയില്ല, ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ആരോടും പറഞ്ഞൊക്കെ ചെയ്തിരിക്കുന്നു, ഞാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അത് മുഖവിലക്കെടുക്കാത്തത് കൊണ്ട് പലരും അത് അവരെ ചരിത്രത്തിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയാറാണുള്ളത്. അങ്ങനെ ചിലർ വരുമ്പോൾ ചിലരോട് ഫാത്തിമ ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയും, ഹജറ ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയും, ആസിയ ബീവിയുടെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയും, ആദൻ നബിയുടെ പേരിൽ ഫാത്തിഹ ഓതാൻ പറയും. മുസ്ലിംമാരും പണ്ഡിതന്മാരും മൊല്ലാക്കന്മാരും സാധാരണക്കാരും മുതലാളിമാരും ദരിദ്രരും ഒക്കെ ആ സദസ്സിൽ വന്നിരിക്കാറുണ്ടായിരുന്നു.
അതൊക്കെ എൻ്റെ അനുഭവമാണ്. ഞാൻ ആ അനുഭവം ഒന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ അനുഭവം നിങ്ങളോട് പറയണമെന്ന് ഉദ്ദേശിച്ചു. മാത്രമല്ല എനിക്കെൻ്റെ ചാനലിൽ വിടുമ്പോൾ എല്ലാവരും ഒന്ന് അറിയല്ലോ, അതുകൊണ്ടാണ്. ഏതായാലും അദ്ദേഹം അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് അത് മാത്രമൊന്നുമല്ല കേട്ടോ അനുഭവങ്ങൾ. ഞാൻ മറ്റൊരു വിഷയം പറയാനായിട്ട് നാളെ പോകണം എന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ രാത്രിയിൽ അദ്ദേഹത്തെ ഞാൻ സ്വപ്നം കാണാം. അദ്ദേഹം ഈ ഇരിക്കുന്ന വീട്. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന്, ഗ്രില്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഉസ്താദെ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെന്തിയാണ്. ചെന്നേക്കന്നെ അദ്ദേഹം പറഞ്ഞു, അത് ഇന്നാലിന്ന ചേൽക്കാണ്, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, അത് നിൻ്റെ മേലേക്ക് വരില്ല എന്ന് പറഞ്ഞു. എനിക്കതുകൊണ്ട് ഉപദ്രവമുണ്ട്. ഇതും ഞാൻ കണ്ടു. ഇതും അങ്ങനെ പിറ്റേ ദിവസം, അത് സ്വപ്നമല്ലേ, സ്വപ്നം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ചെന്ന് ഞാൻ ഗ്രില്ലിൻ്റെ അവിടെ എത്തിയേക്ക് എൻ്റെ അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് ഭയപ്പെടണ്ട, ഒരു പ്രശ്നമില്ല, പോയിക്കോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പോയിക്കോ എന്നാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട അതേമാതിരി തന്നെയാണ് പിന്നെ അനുഭവം ഉണ്ടായത്. ഇതാണ് കുഞ്ഞഹമ്മദ് വലിയുള്ള മാങ്ങാട്ടൂർ. ശരിക്ക് പച്ചയായിട്ട് 100 അനുഭവങ്ങളുണ്ട്. എനിക്കതുപോലെ വേറെ അനുഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ 3-ാമത്തെ പ്രാവശ്യം വന്നപ്പോഴാണ്, കുഞ്ഞഹമ്മദ് വലിയുള്ളാൻ്റെ സദസ്സിൽ 3-ാമത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോഴുണ്ടായൊരു അനുഭവം എന്തെന്ന് വെച്ചാൽ, പിന്നെ കാലടിയിൽ ഇവിടെ ഇരിങ്ങാലക്കുടന്നോ ആ ഭാഗത്തു നിന്ന് ഇവിടുന്ന് ഒരു പാർട്ടി വന്നിരുന്നു. അവർ വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു അവരോട്, നിങ്ങൾ ഇങ്ങോട്ട് ഉദ്ദേശിച്ചല്ലല്ലോ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നെഞ്ചത്ത് കൈവച്ച് പോയി. കാരണം ഇങ്ങോട്ട് ഉദ്ദേശിച്ചല്ല വന്നിരുന്നത്, അവർ ഉദ്ദേശിച്ച വഴി വേറെ ഇരുന്ന്. അപ്പോൾ തൽക്കാലം വെറുതെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെ നിന്ന് പുറപ്പെടുന്നുവോ അവിടെ നിന്ന് ആ പുറപ്പെടുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തിനൊക്കെ വിവരം ലഭിക്കുമായിരുന്നു. ഇതാണ് കറാമത്ത്. ഇത് നേരിൽ കണ്ട അനുഭവിച്ച കറാമത്താണ്. ഒരുപാട് ഔലിയാക്കന്മാരുടെ കറാമത്തുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മക്ബറയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഫലം കിട്ടും എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.